ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്തൊക്കെയാണ് കഴിച്ചതെന്നുള്ളത് കാണിച്ചു തരാവേ. അപ്പോൾ ഇത് ഇന്നലെ വൈകിട്ട് വെച്ച ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കനൊക്കെ വറുത്തിട്ടാണ് ഞങ്ങൾ ചിക്കൻ കറി വെച്ചത്. അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമുക്ക് പൂരി വാങ്ങാമെന്ന് ഓർത്തു. കടയിൽ നിന്ന് വാങ്ങിച്ച പൂരിയായിരുന്നു കേട്ടോ. പക്ഷേ പുള്ളില്ലായിരുന്നു. അത് ഒന്ന് എന്താ പറയുക, ഇങ്ങനെ പപ്പടം പോലെ ഇരുന്നു, അല്ല ഒരു സോഫ്റ്റ് ഒന്നും അല്ലായിരുന്നു. പിന്നെ എന്തോ അതങ്ങ് ഞങ്ങൾ കഴിച്ചു. ചിക്കനും കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു, ഞാൻ കഴിച്ചേ. പിന്നെ കുറേ പടവലങ്ങ ഉണ്ടായിരുന്നേ. ഒരു പച്ചക്കറിയുടെ കിറ്റ് വാങ്ങിച്ച കൂടെ അതിൻ്റെ അകത്ത് കുറേ പടവലങ്ങ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ അത് വെറുതെ കളയുണ്ടല്ലോ, അങ്ങ് തോരൻ വയ്ക്കാമെന്ന് ഓർത്തു. പടവലങ്ങയും സവാളയും ഒരു 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തേ. ഞാൻ തേങ്ങ ചതയ്ക്കാറില്ല തോരൻ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചതച്ചില്ലേ. കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് തിരുമിയെടുക്കാവേ. ഇങ്ങനെ കൈയിട്ട് നന്നായിട്ട് തിരുമുമ്പം ഈ പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് കൈക്ക് എരി എടുക്കും. അങ്ങനെ ഉള്ളവർ അങ്ങനെ തിരുമണ്ട, സ്പൂണും കൊണ്ടൊന്ന് യോജിച്ചാലും മതി കേട്ടോ. ഞാൻ കൈ കൊണ്ട് തന്നെ തിരുമിയെടുത്തേ. എന്നിട്ട് നമുക്ക് കടുക് വറക്കാം. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാവേ. അതിട്ടതേ കണ്ടുള്ള പൊട്ടി 4 വശത്തും കൂടി തെറിച്ച് പോയി. കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് നമുക്ക് ഈ പടവലങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാവേ. അതിനുശേഷം നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാവേ. 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അടച്ച് വയ്ക്കല്ലേ, കരിഞ്ഞു പോകും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് ഇളക്കിയൊക്കെ വെച്ച് കൊടുക്കണം. തോരൻ വയ്ക്കാനൊന്നും ഞാൻ പഠിപ്പിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഞാൻ പിന്നെ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ തോരനും റെഡിയായി. എന്താണ് ഈ 70 കിട്ടും, നല്ലൊരു മഞ്ഞ കളറൊക്കെ ഉണ്ടല്ലോ അല്ലേ. എന്നിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, എന്നാൽ മീനും കൂടെ വറുത്തേക്കാന്ന് വെച്ചേ. ഇത് ഞാൻ എപ്പോഴും ഞാൻ വറുക്കുന്ന കാണിക്കുന്നതുകൊണ്ട് ഞാൻ പൊടിയൊന്നും ഇതിൻ്റെ അകത്ത് ഇടുന്നൊന്നും കാണിച്ചില്ല കേട്ടോ. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല അതൊക്കെ ഇട്ട് തന്നെ ഇങ്ങനെ വറുത്തെടുത്തേ. അത് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചു. വൈകിട്ട് മാഗിയായിരുന്നേ. മീനുവിനപ്പം മാഗി മതിയെന്ന് പറഞ്ഞു. അപ്പം മീനുവിന് മാഗിയും എനിക്ക് ചോറും ഉണ്ടായിരുന്നു. അപ്പം മീനോട് മാഗിയും മുട്ട ബുൾസയും മതിയെന്ന് പറഞ്ഞു. ഞാനപ്പം എനിക്ക് മുട്ട ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ഓംപ്ലേറ്റ് പോലെ ഉണ്ടാക്കത്തില്ലേ, അങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചേ. മുട്ട ബുൾസ പൊട്ടിപ്പോയാൽ മീൻ കഴിക്കത്തില്ല, അതുകൊണ്ട് പൊട്ടാതിരിക്കണം. അതിൻ്റെ അകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടു. എന്നിട്ട് അത് മാഗിയിലോട്ട് എടുത്ത് അതിൻ്റെ മാഗിയുടെ പുറത്ത് തന്നെ എടുത്ത് വെച്ച് കൊടുക്കുക. അതങ്ങനെ അവൾ കഴിച്ചോളുവേ. പിന്നെ എനിക്ക് ഞാൻ മുട്ട വറക്കാമെന്ന് വെച്ചു. ആ പാനിൽ തന്നെ എണ്ണയൊന്നും ഞാൻ ഒഴിച്ചില്ല കേട്ടോ. അതിൻ്റെ അകത്തുള്ള എണ്ണയ്ക്കകത്ത് തന്നെ വറുത്ത് കോരിയെടുത്ത് അത് തിരിച്ചിടാൻ കുറച്ച് പാടൊക്കെ പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ചായിപ്പോയി. നല്ല വെയിറ്റ് ആയിരുന്നു പച്ചക്കറിയൊക്കെ ഇട്ടുകൊണ്ട്. അങ്ങനെ അതും ഒക്കെ. അതിനുശേഷം കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു, ബാറ്റ് പപ്പടം ഒക്കെ ഇല്ലയോ, 2-3 അതങ്ങോട്ട് വറുത്തെടുക്കാമെന്ന് വെച്ചു. മീനൊന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ അതും കൂടെ ഞാനങ്ങ് വറുത്തു. ബാറ്റ് പപ്പടം നല്ല ടേസ്റ്റാണ് കേട്ടോ. മറ്റേ പപ്പടത്തിനെ കഴിഞ്ഞ് ഈ ബാറ്റ് പപ്പടത്തിന് നല്ല രുചിയാണ്, എനിക്കിഷ്ടമാണ്. വറുത്ത് പോരിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് പോയി, അതൊക്കെ മീനോട്ടിനെ എടുക്കുന്നുണ്ട്. അതുകൊണ്ടോ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചോറും കുറേയേറെ പഴവരങ്ങാത്തോരനും കുറച്ച് പപ്പടവും ഓംപ്ലേറ്റും കൂടെ ഇട്ട് കഴിച്ചു. ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയുള്ളത്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.